ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കടല മെഴുക്കുവരട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സബ്സ്ക്രൈബർ കുറേ മുമ്പ് ആവശ്യപ്പെട്ടിരുന്ന റെസിപ്പിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഞാനിപ്പോൾ തലേന്ന് രാത്രി തന്നെ കടലയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4-5 തവണ കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നു. നെകക്ക വെള്ളം ഒഴിച്ചിടണം. നമ്മൾ കുറേ കൂടുതൽ വെള്ളം ഒഴിക്കണം, കാരണം അല്ലെങ്കിൽ കടല നന്നായിട്ട് കുതിർന്ന് കിട്ടത്തില്ല. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5-6 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം. കാരണം കറുത്ത കടലയാണ്. വെള്ളക്കടലയെക്കാളും കുറച്ച് വേവ് കൂടുതലാണ് ഈ കറുത്ത കടലയ്ക്ക്. നല്ല സോഫ്റ്റായിട്ട് വെന്തെങ്കിൽ മാത്രമേ നമുക്ക് മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പം നമുക്കത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കത് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകൊന്നും പൊട്ടിക്കേണ്ട. അതിന് പകരം ഒരു 3-4 ചെറിയ അല്ലി വെളുത്തുള്ളി കഴുകിയതിന് ശേഷം ഒന്ന് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ തേങ്ങാക്കൊത്ത് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വറ്റൽമുളകൊന്നും നമ്മളിതിലേക്ക് മുറിച്ചിടൊന്നും വേണ്ട. ഞാനിവിടെ ഒരു 4-5 ചുവന്നുള്ളിയും പിന്നെ മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയും കൂടി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് മൊത്തവും ചുവന്നുള്ളി എടുക്കാൻ പറ്റിയ അത്രയും ടേസ്റ്റ് കൂടും. അതൊന്ന് ചതച്ചെടുക്കണം. കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കാൻ പറ്റിയെങ്കിൽ നല്ലതാണ്. അപ്പോൾ സമയക്കുറവ് കൊണ്ട് നമ്മളിപ്പോൾ സവാളയും കൂടി ചേർത്തെടുത്തേക്കുവാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റുമ്പം ആ സവാളയും ചുവന്നുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടും. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു കളറൊന്ന് ബ്രൗൺ നിറം ആവണം. ആ ഒരു സമയം വരെ നന്നായിട്ടത് വഴറ്റിയെടുക്കണേ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനെടുത്ത നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം നല്ല ബ്രൗൺ നിറമായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1-2 തവണ ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പം ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാണ്ടിമുളകും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവ് കിട്ടും. അതിൻ്റെ ആവശ്യമില്ല. പിരിയൻ മുളകാകുമ്പം നല്ല കളറ് കിട്ടും. ഞാനിപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും സിമ്മിൽ തന്നെ വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ ഒന്നും ആവശ്യമില്ല. കുരുമുളക് പൊടിയോ മുഴുവൻ കുരുമുളകോ ഒന്നും തന്നെ വേണ്ട. ഇതിലേക്ക് 1 ടീസ്പൂണോളം ചതച്ച മുളകുണ്ടല്ലോ, നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയും മുളകും കൂടി ചതച്ചെടുത്താലും മതി. അപ്പോൾ കടലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഒരെണ്ണം എടുത്ത് കൈ കൊണ്ട് കാണിച്ചത് നല്ല ചൂടുണ്ട്. ഇതുപോലെ നല്ല പഴം പോലെ ഒന്ന് വെന്ത് കിട്ടണേ. അപ്പോൾ അത് വെള്ളം വറ്റിച്ച് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഗ്യാസ് സ്റ്റവ് വെച്ചേക്കുവാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മസാല കുത്തലൊന്നും വേണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താലും നല്ലതാണ്. ചിക്കൻ മസാല വേണ്ട, മീറ്റ് മസാല മതിയേ. കടലയൊക്കെ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു കടലയും കൂടി നമുക്ക് ഈ ഒരു ഉള്ളിക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചൊക്കെ വെച്ച് കൊടുക്കണേ. ആ ഉള്ളി മസാലക്കൂട്ടും കടലയും എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വരാനാണ് നമ്മൾ അടച്ച് വെക്കുന്നത്. അടപ്പ് തുറന്നതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ചിക്കി തോർത്തിയെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു മണം വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇത് വെന്ത് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കടല ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ചപ്പാത്തിയോ പുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണമെങ്കിലും എടുക്കാമേ. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ചാറാക്കിയാൽ മതി. ലാസ്റ്റ് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ചിക്കി തോർത്തി എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് തട്ടിപ്പൊത്തി അങ്ങ് വെച്ചാൽ മതി. അങ്ങനെ ഒതുക്കി വെക്കുമ്പോൾ ആ ഒരു ചൂടിലും കൂടി ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് കൂടെ വന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇടണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.